നമസ്കാരം. ഭാരതത്തിലെ ഏറ്റവും പവിത്രവും കഠിനവുമായ ഹൈന്ദവ തീർത്ഥാടനങ്ങളിൽ ഒന്നായ അമർനാഥ് യാത്ര എന്നും ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതീകമാണ്. എന്നാൽ ദക്ഷിണ കശ്മീരിലെ ഹിമാലയൻ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യകേന്ദ്രത്തിലേക്കുള്ള യാത്ര അതിൻ്റെ ദുർഘടമായ ഭൂപ്രകൃതി കൊണ്ടും കഠിനമായ കാലാവസ്ഥ കൊണ്ടും മാത്രമല്ല, കഴിഞ്ഞ ദശകങ്ങളായി നിലനിൽക്കുന്ന വൻ ഭീകരവാദ ഭീഷണികൾ കൊണ്ടും എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ഒത്തുചേരുന്ന ഈ വലിയ ജനസഞ്ചയത്തെയും അവരുടെ സുരക്ഷയും തകർക്കുക വഴി ഭാരതത്തിൻ്റെ ആഭ്യന്തര സമാധാനവും സാമുദായിക ഐക്യവും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അതിർത്തി കടന്നുള്ള ഭീകര സംഘടനകൾ പലപ്പോഴും അമർനാഥ് യാത്രയെ തങ്ങളുടെ പ്രധാന ലക്ഷ്യമാക്കി മാറ്റാറുള്ളത്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജമ്മു കാശ്മീരിലെ തീവ്രവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലം മുതൽക്കേ ഈ തീർത്ഥാടന പാതകൾക്ക് നേരെ ക്രൂരമായ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളതായി കാണാൻ സാധിക്കും. അമർനാഥ് യാത്രയുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്ന് രേഖപ്പെടുത്തപ്പെടുന്നത് 2000 ആണ്ടിലാണ്. തീർത്ഥാടനത്തിൻ്റെ പ്രധാന ബേസ് ക്യാമ്പായ പഹൽഗാമിൽ ഭീകരർ നടത്തിയ ക്രൂരമായ വെടിവെപ്പിൽ തീർത്ഥാടകരും അവർക്ക് സഹായത്തിനെത്തിയ തദ്ദേശീയരായ തൊഴിലാളികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 30ഓളം പേർക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെടുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായ ഈ ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഇ തൊയ്ബ പോലെയുള്ള നിരോധിത ഭീകര സംഘടനകളാണെന്ന് ഇൻ്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ഈ ആക്രമണത്തിൻ്റെ പ്രധാന ഉദ്ദേശം കശ്മീരിലെ ടൂറിസം മേഖലയെ തകർക്കുക എന്നതും രാജ്യത്ത് വൻതോതിലുള്ള സാമുദായിക ധ്രുവീകരണം സൃഷ്ടിക്കുക എന്നതുമായിരുന്നു. ഈ ദുരന്തത്തിന് ശേഷവും അമർനാഥ് യാത്രയ്ക്ക് നേരെയുള്ള ഭീഷണികൾ അവസാനിച്ചില്ല എന്നത് തെളിയിക്കുന്നതായിരുന്നു തൊട്ടടുത്ത വർഷങ്ങളിൽ ഉണ്ടായ തുടർച്ചയായ അതിക്രമങ്ങൾ. 2001, 2002 വർഷങ്ങളിൽ തീർത്ഥാടകരുടെ ക്യാമ്പുകൾക്ക് നേരെയും അവർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾക്ക് നേരെയും ഗ്രനേഡ് ആക്രമണങ്ങളും അപ്രതീക്ഷിത വെടിവയ്പ്പുകളും ഉണ്ടായി. കനത്ത സുരക്ഷാ വലയങ്ങൾക്കിടയിലും മലനിരകളുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ചൂഷണം ചെയ്താണ് ഭീകരർ ഇത്തരം ഒളിയാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത്. ഭയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് തീർത്ഥാടകരുടെ എണ്ണം കുറയ്ക്കുക എന്നതായിരുന്നു ഭീകരരുടെ ലക്ഷ്യം. എങ്കിലും കനത്ത സുരക്ഷാ സംവിധാനങ്ങളെ വിശ്വസിച്ച് ഭക്തർ വീണ്ടും വലിയതോതിൽ കശ്മീരിലേക്ക് ഒഴുകിയെത്തുകയാണ് ചെയ്തത്. അടുത്ത കാലത്തുണ്ടായ ഏറ്റവും ദൗർഭാഗ്യകരവും ക്രൂരവുമായ മറ്റൊരു ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 2017 ദക്ഷിണ കശ്മീരിലെ അനന്തനാഗ് ജില്ലയിലൂടെ കടന്നു പോകുകയായിരുന്ന തീർത്ഥാടകരുടെ ബസ്സിന് നേരെ രാത്രികാലത്ത് ഭീകരർ ആസൂത്രിതമായി വെടിവെക്കുകയായിരുന്നു. ഈ ആക്രമണത്തിൽ 7 തീർത്ഥാടകർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 19ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ബസ് ഡ്രൈവറുടെ ധീരമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തത്തിൽ നിന്നും അന്ന് മറ്റ് യാത്രക്കാർ രക്ഷപ്പെടുന്നത്. ഈ സംഭവം സുരക്ഷാ ഏജൻസികളെ കൂടുതൽ ജാഗരൂകരാക്കാൻ പ്രേരിപ്പിക്കുകയും യാത്രയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പുനഃക്രമീകരിക്കാൻ കാരണമാവുകയും ചെയ്തു. ഇത്തരം വൻ സുരക്ഷാ വെല്ലുവിളികളുടെയും മുൻകാല അനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും മറ്റ് കേന്ദ്ര സുരക്ഷാ സേനകളും ചേർന്ന് ഓരോ വർഷവും അമർനാഥ് യാത്രയ്ക്കായി അതിശക്തമായ പ്രതിരോധ കോട്ട തീർക്കുന്നത്. കേവലം മനുഷ്യശക്തി കൊണ്ട് മാത്രം പ്രതിരോധിക്കാൻ കഴിയാത്ത ഭൂപ്രകൃതി ആയതിനാൽ ആധുനിക സാങ്കേതിക വിദ്യകളായ ഡ്രോൺ നിരീക്ഷണം, സ്നൈപ്പർ ടീമുകളുടെ തന്ത്രപരമായ വിന്യാസം, സാറ്റലൈറ്റ് ട്രാക്കിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായ ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ ക്യാമറകൾ എന്നിവ ഇന്ന് സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്നു. ഭീകരരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാത്തരം നുഴഞ്ഞുകയറ്റങ്ങളെയും അട്ടിമറി ശ്രമങ്ങളെയും മുൻകൂട്ടി കണ്ടെത്തി തകർക്കാൻ ഈ ആധുനിക സംവിധാനങ്ങൾ സുരക്ഷാ സേനകളെ സഹായിക്കും. ഭീകരവാദികളുടെ നിരന്തരമായ ഭീഷണികൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെ സമാനതകളില്ലാത്ത കാവലും ലക്ഷക്കണക്കിന് ഭക്തരുടെ അചഞ്ചലമായ വിശ്വാസവുമാണ് ഇന്നും അമർനാഥ് യാത്രയെ തടസ്സമില്ലാതെ മുന്നോട്ട് നയിക്കുന്നത്. തെക്കൻ കശ്മീരിലെ അനന്തനാഗ് ജില്ല കേന്ദ്രീകരിച്ച് ജമ്മു കാശ്മീർ പോലീസ് നടപ്പിലാക്കുന്ന പ്രോജക്റ്റ് ഹോക്ക് ഐ എന്ന ബൃഹത് സുരക്ഷാ പദ്ധതി ഈ വർഷത്തെ യാത്രയുടെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. കഠിനമായ ഭൂപ്രകൃതിയും തീവ്രവാദ ഭീഷണികളും ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ പരമ്പരാഗത സുരക്ഷാ രീതികൾക്ക് പുറമെ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെയും വ്യോമനിരീക്ഷണ സംവിധാനങ്ങളുടെയും സഹായത്തോടെയുള്ള ഒരു ബഹുതല സുരക്ഷാ ശൃംഖലയാണ് ഇത്തവണ പാതയിലുടനീളം വിന്യസിച്ചിരിക്കുന്നത്. തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം അതിർത്തി കടന്നുള്ള ഭീഷണികളെയും അടിയന്തര സാഹചര്യങ്ങളും നേരിടാൻ സമാന്തരമില്ലാത്ത സജ്ജീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്.
പ്രോജക്റ്റ് ഹോക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന 22ഓളം സ്നൈപ്പർ സംഘങ്ങളാണ്. അതിശക്തമായ പരിശീലനം ലഭിച്ച ഈ പ്രത്യേക സേനാംഗങ്ങൾ യാത്രയിലുടനീളമുള്ള ഉയർന്ന മലനിരകളിലും സുപ്രധാന ഇടങ്ങളിലും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതു തരത്തിലുള്ള അപ്രതീക്ഷിത ആക്രമണങ്ങളെയും നിമിഷങ്ങൾക്കകം പ്രതിരോധിക്കാനും ഉയർന്ന തലത്തിലുള്ള സദാസന്നദ്ധത നിലനിർത്താനും ഈ സ്നൈപ്പർ ടീമുകളുടെ സാന്നിധ്യം സുരക്ഷാ ഏജൻസികളെ സഹായിക്കും. ഇതിനു പുറമെ ഭൂമിശാസ്ത്രപരമായ പ്രതിബന്ധങ്ങളെ മറികടക്കാൻ വ്യോമ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനായി പാതയിലെ പ്രധാനപ്പെട്ട 5 കേന്ദ്രങ്ങളിൽ അത്യാധുനിക ഡ്രോൺ വിന്യാസം ഉറപ്പാക്കിയിരിക്കുന്നു. ഈ ഡ്രോണുകൾ നൽകുന്ന തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളും വഴി സുരക്ഷാ കൺട്രോൾ റൂമുകൾക്ക് കൃത്യമായ സാഹചര്യം വിലയിരുത്തലുകൾ നടത്താനും അടിയന്തര ഘട്ടങ്ങളിൽ തത്സമയം തന്നെ ഗ്രൗണ്ട് ഫോഴ്സിന് നിർദ്ദേശങ്ങൾ നൽകാനും സാധിക്കും. തീർത്ഥാടന പാതയിലെ ഏറ്റവും ദുർബലവും സുരക്ഷാ ഭീഷണിയുള്ളതുമായ പ്രദേശങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനായി 28ഓളം മച്ചാൻ മോർച്ചകൾ അഥവാ ഉയർന്ന നിരീക്ഷണ ഗോപുരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഉയർന്ന പോസ്റ്റുകളിൽ നിന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പൂർണ്ണമായ ആധിപത്യം സ്ഥാപിക്കാനും സംശയാസ്പദമായ ഏതൊരു നീക്കവും ദൂരത്തു നിന്ന് തന്നെ തിരിച്ചറിയാനും സാധിക്കും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള ഈ സുരക്ഷാ ചട്ടക്കൂട്ടിൽ ഏറ്റവും നിർണായകമായ പങ്കുവയ്ക്കുന്നത് 416ഓളം അതീവ ശേഷിയുള്ള CCTV ക്യാമറകളാണ്. അതോടൊപ്പം AI അധിഷ്ഠിതമായ ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ സിസ്റ്റം കൂടി സംയോജിപ്പിച്ചിരിക്കുന്നു. മുൻപ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരുടെയോ സംശയാസ്പദമായ പശ്ചാത്തലമുള്ളവരുടെ സാന്നിധ്യം ഈ സംവിധാനത്തോടെ ഉടനടി തിരിച്ചറിയാൻ സാധിക്കും. ഭൂമിയിലും ആകാശത്തും ഒരേ സമയം നിരീക്ഷണം ശക്തമാക്കുന്നതിലൂടെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കേന്ദ്രീകൃത സുരക്ഷാ ശൃംഖലയാണ് അനന്തനാഗ് പോലീസ് ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയും പ്രൊഫഷണൽ പോലീസ് നയങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് തീർത്ഥാടകരുടെ സുരക്ഷയും സൗകര്യവും ഒരുപോലെ ഉറപ്പിക്കാൻ ജമ്മു കശ്മീർ പോലീസ് പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ഈ ക്രമീകരണങ്ങൾ തെളിയിക്കുന്നു. രാജ്യം ഉറ്റുനോക്കുന്ന ഈ മഹാ തീർത്ഥാടനം പൂർണ്ണമായും വിജയമാക്കുന്നതിന് പോലീസിൻ്റെയും മറ്റ് സുരക്ഷാ സേനകളുടെയും നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും സംശയാസ്പദമായ എന്ത് നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാലും ഉടൻ തന്നെ തൊട്ടടുത്ത പോലീസ് ക്യാമ്പുകളിൽ വിവരം അറിയിക്കണമെന്നും അനന്തനാഗ് പോലീസ് പൊതുജനങ്ങളോടും തീർത്ഥാടകരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ സഹകരണത്തോടെ സുരക്ഷിതമായ ഒരു തീർത്ഥാടന വർഷം സമ്മാനിക്കാൻ ഈ ആധുനിക പ്രതിരോധ കോട്ടയ്ക്ക് സാധിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അമർനാഥ് തീർത്ഥാടനം പൂർണ്ണമായും സുരക്ഷിതമായും സമാധാനപരമായും പൂർത്തിയാക്കുക എന്നത് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് വെറുമൊരു വിജയമല്ല, മറിച്ച് ആ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിൽ വൻ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. കശ്മീരിലെ 10,000-കണക്കിന് സാധാരണക്കാരായ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗമാണ് ഈ തീർത്ഥാടന കാലം. കുതിരക്കാരും പല്ലക്ക് ചുമട്ടുകാരും വഴികാട്ടികളുമായി നിരവധി കശ്മീരി യുവാക്കൾക്ക് ഈ സമയത്ത് നേരിട്ട് തൊഴിൽ ലഭിക്കുന്നു. ഇതിനൊപ്പം ഹോട്ടലുകൾ, ഹോം സ്റ്റേകൾ, താൽക്കാലിക കടകൾ നടത്തുന്നവർ, കരകൗശല വസ്തുക്കൾ വിൽക്കുന്നവർ എന്നിവർക്കെല്ലാം വർഷത്തിൽ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വരുമാനം ഈ തീർത്ഥാടന കാലത്താണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ യാത്ര സുരക്ഷിതമായി നടക്കുമ്പോൾ അത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിലേക്ക് വലിയൊരു ജീവനാഡിയായി മാറും. ആഗോളതലത്തിൽ കശ്മീരിനെക്കുറിച്ച് നിലനിൽക്കുന്ന പല ഭീതികളും അകറ്റാൻ അമർനാഥ് യാത്രയേക്കാൾ മികച്ച മറ്റൊരു മാർഗമില്ല. ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു മഹാ തീർത്ഥാടനം ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ പൂർത്തിയാകുമ്പോൾ ജമ്മു കശ്മീർ പൂർണ്ണമായും സമാധാനപരവും സുരക്ഷിതവുമാണെന്ന ശക്തമായ സന്ദേശമാണ് ലോകത്തിന് മുന്നിൽ എത്തുന്നത്. ഇത് യാത്രയ്ക്ക് ശേഷമുള്ള മാസങ്ങളിൽ അന്താരാഷ്ട്ര സഞ്ചാരികളെയും സാധാരണ ടൂറിസ്റ്റുകളെയും വലിയ തോതിൽ കശ്മീരിലേക്ക് ആകർഷിക്കാൻ കാരണമാവുകയും വൻകിട കമ്പനികൾക്ക് കശ്മീരിൽ നിക്ഷേപം നടത്താനുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ യാത്രയുടെ ഏറ്റവും മനോഹരമായ വശം അത് മുന്നോട്ട് വയ്ക്കുന്ന സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ വലിയ മാതൃകയാണ്. തീർത്ഥാടകർക്കായി കിലോമീറ്ററുകളോളം പാതയൊരുക്കുന്നതും അവർക്ക് വഴികാട്ടുന്നതും സുരക്ഷയൊരുക്കുന്നതിൽ സഹായിക്കുന്നതും ഭൂരിപക്ഷവും തദ്ദേശീയരായ മുസ്ലിം സഹോദരങ്ങളാണ്. തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പിന്നീട് കശ്മീരിലെ ജനങ്ങൾക്ക് സ്ഥിരമായ ആസ്തിയായി മാറാറുണ്ട്. യാത്രാ സൗകര്യത്തിനായി നിർമ്മിക്കുന്ന റോഡുകൾ, ഉൾഗ്രാമങ്ങളിലെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുമ്പോൾ താൽക്കാലികമായി ഒരുക്കുന്ന മെഡിക്കൽ ക്യാമ്പുകളും ടെലികോം ടവറുകളും പ്രദേശവാസികൾക്ക് പിന്നീട് മികച്ച ആരോഗ്യ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ ഉറപ്പാക്കും. ചുരുക്കത്തിൽ അമർനാഥ് യാത്ര വിജയകരമായി നടക്കുന്നത് ജമ്മു കാശ്മീരിൽ സമാധാനവും സമൃദ്ധിയും ഒരുപോലെ തിരികെ വരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.